ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞങ്ങൾ രണ്ടൊരു കാര്യം നിങ്ങൾക്ക് ഇവിടെ ഷെയർ ചെയ്യാൻ വേണ്ടി വന്നേക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് എന്താ ഷെയർ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ സുർജിത്തെ മിണ്ടാണ്ടിനെ. അപ്പോൾ ഞങ്ങൾക്ക് എന്താ ഷെയർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങളുടെ ടെഷമോള് പ്രഗ്നൻ്റ് ആണ്, ആയിട്ട് കുറേ നാളായി. അപ്പോൾ ഇന്ന് ഡെലിവറി ഉണ്ടാകും എന്നാണ് വിശ്വസിക്കുന്നത്. ഞങ്ങൾ ഡിജിറ്റൽ തെർമോമീറ്ററിൽ ഞങ്ങൾ വീഡിയോ കണ്ട് നോക്കി. കറക്റ്റ് എന്നറിയണമെങ്കിൽ 100-ന് താഴെ 99 വന്നാലും ആ ദിവസം ഡെലിവറി ഉണ്ടാകും എന്നാണ് പറഞ്ഞേക്കണത്. ഇപ്പോൾ രാവിലെ നോക്കിയപ്പോൾ 100.6 ഉണ്ടായി. ഇപ്പോൾ നോക്കിയപ്പോൾ 99.5 ഉണ്ട്. അപ്പോൾ മിക്കവാറും ഇന്ന് ഞങ്ങൾക്ക് ഡെലിവറി ഉണ്ടാകും. സുന്ദരി ടെസ്സൊക്കെ എന്താ പറയാനുള്ളത്? ടെസ്സ ടയേർഡാണ് ഗൈസ്. അപ്പം നമുക്ക് ടെസ്സിൻ്റെ ഡെലിവറി വ്ലോഗാണ്. ഇതാണ് ഞാൻ വാങ്ങിയ ഡിജിറ്റൽ തെർമോമീറ്റർ. OMRO അതിൽ ടെസ്റ്റ് ചെയ്യണം. ഇപ്പോൾ ഇതിലുണ്ടാവുന്നത് കാട്ടിത്തരട്ടെ. 99.5 മിററിൽ കിടക്കുന്നുണ്ട്. വേറെ രീതിയിലേ നിങ്ങൾക്ക് കാണുള്ളൂ. ഇത് യൂസ് ചെയ്താണ് ഞാൻ ചെക്ക് ചെയ്തത്. അപ്പോൾ ഞാൻ വെയിറ്റിംഗ് ആണ്. വാട്ടർ ബ്രേക്ക് ആയിരുന്നു കുറച്ച്. അപ്പോൾ ഉടനടി ഉണ്ടാകാൻ ചാൻസ് ഉണ്ടാ, അല്ലെങ്കിൽ ലീറ്റ് ആകാൻ ചാൻസ് ഉണ്ട്. നമുക്ക് എന്തായാലും നിങ്ങളെ കാട്ടാം. ഗൈസ്, ഞാനപ്പോൾ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് വന്ന വഴിയാണ്. ഗ്ലൗസ് വാങ്ങി, ഡിസ്പോസബിൾ ഗ്ലൗസ്, സാനിറ്റൈസർ, സിസേഴ്സ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വാങ്ങി. വീഡിയോ കണ്ടിട്ടാണ് കേട്ടോ വാങ്ങിയത്. ആൻഡ് ഓൾസോ ദിസ് ഈസ് മൈ ആൻഡ് മൈ ഫാമിലീസ് ഫസ്റ്റ് എക്സ്പീരിയൻസ്. ഇതിനു മുന്നേ ഇത് കണ്ടിട്ടുമില്ല, എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. സോ അതിൻ്റേതായ നല്ല ടെൻഷൻ ഉണ്ട്. ആൻഡ് അപ്പം തന്നെ നല്ല എക്സൈറ്റഡ് ആണ്. ആൻഡ് ഓൾസോ വെരി ക്യൂരിയസ്. ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ ഇപ്പോൾ വീട്ടിലോട്ട് പോണ വഴിയാണ്. ഓക്കെ ഗൈസ്, സ്റ്റേ ട്യൂൺഡ്. എത്ര ബേബീസ് ഉണ്ടാവുമെന്ന് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. ഓക്കെ, ബൈ. അവിടെ ഇവിടെയൊക്കെ ഞങ്ങളുണ്ട്. ഞാനും അമ്മയും ടെസ്റ്റിനെ നടത്താൻ വേണ്ടി വന്നേക്കണേണ്. യൂഷ്വലി ഈ സമയത്ത് തന്നെയാണ് നടത്തണത്. ഇപ്പം 7:30 കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ വെള്ളം വന്നെന്ന്. അതൊരു ഏകദേശം 4:30 മണിക്കായിരുന്നു. ഇതുവരെ ഒന്നും ഒരു ഇതും വന്നിട്ടില്ല, ഒരു വാച്ചവും വന്നിട്ടില്ല. അപ്പം നടത്താൻ വേണ്ടി ഇറങ്ങിയേക്കണേണ്.
അവിടെ ഒന്നല്ലേ ഇവിടെ വാ. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഇന്നലെ ഡെലിവറി ഉണ്ടായില്ല. ഞാൻ രാവിലെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നേക്കണേണ് അവളെ. അപ്പോൾ ഇവര് സ്കാനിങ് പറഞ്ഞിട്ടുണ്ട്. സ്കാനിങ് പറഞ്ഞിട്ട് 10 മണിക്ക് സ്കാൻ ചെയ്തിട്ട് ബാക്കി പറയും. ഇന്നലെ ഫ്ലൂയിഡൊക്കെ വന്നെങ്കിലും ഡെലിവറി ഉണ്ടായില്ല. ഇപ്പം സ്കാനിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യണേ. ഇപ്പോൾ 9:30 ആയിട്ടുള്ളൂ. 10 മണിക്ക് സ്കാനിങ് ആണ് അവിടെ ഓപ്പൺ ആവുള്ളൂ. സ്കാനിങ് ചെയ്യണം. ഇന്നലെ നാളത്തേക്കൊക്കെ ഉണ്ടാവും. വരാറായിട്ടുണ്ടെന്ന് പറഞ്ഞു. 62 ദിവസമായി. വിശേഷം മാർലി മാർലി എല്ലാം പറയാനുണ്ടാ? എടാ നിന്നല്ല മാർലി, എല്ലാം പറയാനുണ്ടാ മാർലി? നോക്കിക്കേ. ഞങ്ങളെല്ലാവരും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 3 പേരാണ് പോയത് ഡെസീനെ കൊണ്ട് ഹോസ്പിറ്റലിൽ. 9 മണിക്ക് പോയിട്ട് 11 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് വീടെത്തി. 10 മണിക്ക് സ്കാനിങ് പറഞ്ഞേച്ചു. അപ്പോൾ സ്കാനിങ് ഒക്കെ ചെയ്തെല്ലാം ഓക്കെയാണ്. 62 days ആയിട്ടുണ്ട് ഇപ്പോൾ പ്രഗ്നൻസി. വേറെ കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല. സ്കാനിങ്ങിൽ കുഞ്ഞുങ്ങളുടെ ഹാർട്ട് ബീറ്റൊക്കെ കേട്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് വരാനിരിക്കണ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് കുറച്ച് കൂടുതലാണ്. എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ ഡോക്ടർ പറഞ്ഞത് ആദ്യം വരാനിരിക്കണ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് ഇപ്പോൾ ഉള്ളതിനെക്കാട് കുറവായിരിക്കുമെന്ന്. അപ്പോൾ കുറയുന്ന ടൈമിലായിരിക്കും ഡെലിവറി ഉണ്ടാവണേന്ന് എനിക്ക് മനസ്സിലായത്. അങ്ങനെ ഇപ്പം കുറച്ച് കൂടുതലാണ്. അപ്പോൾ 2 ദിവസത്തിനുള്ളിൽ എന്തായാലും ഡെലിവറി ഉണ്ടാവും എന്നാണ് ഡോക്ടേഴ്സും പറഞ്ഞത്. വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇന്നലെ ഞാൻ മീൻസ് ഇങ്ങനെ ബ്രേക്കായിട്ടാണ് ഉറങ്ങിയത്. പക്ഷേ ഡെലിവറി ഒന്നും ഉണ്ടായില്ല. അടുത്താണ് ഞാൻ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയത്. അപ്പോൾ ഗ്രീൻ കളർ ലിക്വിഡ് ഫ്ലൂയിഡ് വരും. അത് ഇതുവരെ വന്നിട്ടില്ല. അത് ചോദിച്ച് ഗ്രീൻ കളറാണെന്ന്. ഗ്രീൻ കളർ അല്ലായിരുന്നു. എനിക്കിപ്പം കിഡ്സിൻ്റെ കളറൊക്കെ അറിയാൻ വേണ്ടി ഭയങ്കര ആകാംക്ഷയിലാണ്. മടിയിൽ പ്രസവിക്കാനാണ് പ്ലാൻ. രണ്ട് മണിക്കൂറായി 22 മണിക്കൂർ എന്നെ ഇവിടെ പോകാൻ സമ്മതിക്കണ്ടോട്ടെ. കണ്ടോട്ടെ ഞാൻ പോട്ടെ. കൈമാറ്റിക്ക് ചേച്ചി പോയിട്ട് കണ്ട 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 കണ്ടോട്ടെ. എന്റെ അടുത്തൊന്നും പോണില്ല ഇവള്, എന്നെ വിടണില്ല. എന്താ തിരി മതി. ഞാൻ എന്റെ കുഞ്ഞിന് എന്നെ മാത്രമേ ഇഷ്ടമുള്ളൂ. ചേച്ചി പോട്ടെ ചേച്ചിക്ക്
സ്ഥലം ഇഷ്ടപ്പെട്ട? ഇഷ്ടപ്പെട്ട സ്ഥലം ഇഷ്ടപ്പെട്ട? ഹായ് ഗൈസ്, ഇതിപ്പോ ടെസ്സയുടെ 63 ഡേ ആയി. ഇന്നലെ 62. ഇന്നലെയാണ് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. ഇന്ന് കുറച്ചധികം ഫ്ലൂയിഡ്, പച്ച കളർ ഫ്ലൂയിഡ് വരും എന്നാണ് പറഞ്ഞത്. അത് ഇതുവരെ വന്നിട്ടില്ല. സ്റ്റിൽ എന്താ വെള്ള കളർ ഫ്ലൂയിഡ്, വെള്ളം പോലത്തെ ഫ്ലൂയിഡ് പോണുണ്ട്. അതെന്താണ് റീസൺ എനിക്കറിയില്ല. സാധാരണ അങ്ങനെ പോകുമെന്ന് അറിയില്ല. ആസ് ദിസ് ഈസ് മൈ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഓൾസോ ടെസ്സയുടെ. എനിക്ക് കുറെ ഡൗട്ട് ഉണ്ടായി. ഇന്നലെ കുറച്ച് ഏറ്റവും ഡൗട്ട് വരാൻ ഇങ്ങനെ യൂട്യൂബിൽ ചെയ്ത പോലെ കുറെ വീഡിയോസ് കണ്ടിട്ടുണ്ടായി. ടെസ്സയുടെ ഫസ്റ്റ് ഡെലിവറി ആയതുകൊണ്ട് കുഞ്ഞുങ്ങള് ഒരു സാക്കിന്റെ ഉള്ളിൽ ബോൾ പോലത്തെ ഒരു മെമ്മറിയുടെ ഉള്ളിൽ നിന്നാണ് പ്രസവിക്കണത്. എന്നിട്ട് ഇവള് ടെസ്സ തന്നെ നാക്ക് വെച്ച് അത് പൊട്ടിച്ച് പൊക്കിൾ കൂടിയൊക്കെ നക്കി അങ്ങനെ ചെയ്യുന്നതാണ് സാധാരണ. ഫസ്റ്റ് ഡെലിവറി ആയതുകൊണ്ട് സപ്പോസ് ചെയ്തില്ലെങ്കിൽ നമ്മളെന്താ ചെയ്യണ്ടേന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞ ചെയ്യും, ചെയ്തില്ലെങ്കിൽ നമ്മ തന്നെ അത് പയ്യെ പൊട്ടിച്ച് അതിൽ വെള്ളം ഉണ്ടാവും അതിൻ്റെ ഉള്ളില്. അപ്പൊ എന്താണ് കുഞ്ഞുങ്ങളുടെ തല ഇങ്ങനെ താഴ്ത്തി പിടിച്ചിട്ട് വേണം പൊട്ടിക്കാൻ, അല്ലെങ്കിൽ മൂക്കിൽ കൂടെ വെള്ളം പോകും എന്ന് പറഞ്ഞായിരുന്നു. പിന്നെ പൊക്കിള് കൊടി ഞാൻ പറഞ്ഞ സിസേഴ്സ് വെച്ച് കെട്ടിന്ന് വെച്ചാൽ അങ്ങനെ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടായിരുന്നു. അപ്പൊ അവര് സിസേഴ്സ് വെച്ചല്ല നൂലാണ് കെട്ടിക്കൊടുക്കുന്നത്. ആകെ ഇത്തിരി ഉള്ളത് പെട്ടെന്ന് പൊട്ടിപ്പോവും. ഇതൊന്നും ചെയ്യേണ്ടി വരില്ല, ഇരിക്കാം. പക്ഷെ നമ്മ ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യണമല്ലോ, അങ്ങനെയാണ് പറഞ്ഞത്. വേറെ കാര്യമൊന്നുമില്ല. പിന്നെ തുടച്ച് വൃത്തിയാക്കിയിട്ട് അവളും ക്ലീൻ ആക്കും. പിന്നെ പാല് അപ്പൊ തന്നെ കുടിക്കും. പിന്നെ എല്ലാവർക്കും അറിയണ പോലെ ഒറ്റയടിക്കല്ലല്ലോ വരാം. ചിലപ്പോ 1 മണിക്കൂർ കഴിഞ്ഞ് ആയിരിക്കും അടുത്ത കുഞ്ഞു വന്നത്. ഇതുവരെ ഒന്നും ആയിട്ടില്ല. ഞാൻ ഇത് റെക്കോർഡ് ചെയ്തോണ്ടിരിക്കുമ്പോ എന്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. ഞാൻ അവളുടെ അടുത്ത് തന്നെ ഇരിക്കാന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസമായി, 2 ദിവസമായി വർക്കിനും പോയിട്ട്. അപ്പൊ അവള് മറ്റേ ഇവിടെ എന്റെ മുറിയിലാണ് ഞാൻ ഫ്രീ ആയിട്ട് ഇട്ടേക്കണേ. പക്ഷെ കട്ടലിന്റെ അടിയിലോട്ട് കയറിപ്പോയിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തോണ്ട് ഞാൻ കട്ടലിന്റെ അടിയിൽ എപ്പോഴും അവിടെ കിടക്കണത്. ഞാനൊരു ബാസ്ക്കറ്റ് പോലത്തെ ഒരു സാധനത്തിൽ തുണിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇന്നലെ ഞാൻ അതിൽ കയറി ഇരുന്ന് എന്നിട്ട് അവള് കയറി ഇരിക്കുള്ളൂ. അവൾ തന്നെ കയറി ഇരിക്കാനുള്ള അത് കയറി സെറ്റായി. ഇപ്പൊ ഇന്നലെ ഇതുപോലെ ടൈലിരുന്ന് കുഴിക്കാനുണ്ടായി. ടൈലിൽ കിടന്ന് ഇങ്ങനെ കുഴിയാക്കാൻ വേണ്ടി മാന്താണ്ടായി. അപ്പൊ അതുപോലെ ഇന്നലെ ആ സെറ്റാക്കി കൊടുത്തത് കയറി ഇരുന്നിട്ട് അവളും മാന്തി ഇങ്ങനെ സെറ്റ് ആക്കണ്ടാവും. പ്രസവിക്കാറാവും അടുക്കുമ്പോഴാണ് ഇങ്ങനെ ചെയ്യണതെന്ന് ഞാൻ കണ്ടായിരുന്നു. സ്റ്റിൽ അത് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. പ്രസവിക്കണില്ല, എന്താന്നറിയില്ല. ഞാൻ കാട്ടിത്തരാം. സ്റ്റിൽ ആ പ്രോസസ് കണ്ടിന്യൂയിങ് ആണ്. പിന്നെ ഇന്നലെ ഫുള്ള് എന്റെ അടുത്ത് തന്നെ ആയിരുന്നു. എന്നാ എവിടെ വിടണുണ്ടായില്ല. ഞാൻ എണീക്കുമ്പോ എന്റെ മടിയിൽ തന്നെ ആയിരുന്നു. ഞാൻ കിടക്കുമ്പോ എന്റെ അപ്പൊ തലാണയില് തല വെച്ച് കിടക്കും. ഞാൻ വിചാരിച്ച എന്റെ മടിയില് ചിലപ്പോ പ്രസവിച്ചിടും. അങ്ങനെ പോണില്ല അവൾ എന്റെ അടുത്തുനിന്ന്. അങ്ങനെയാണ് ഞാൻ ആ കൊട്ടയിൽ കയറിയിരുന്നപ്പോ അവിടെ അവള് വന്നിരുന്നത്. അവിടെ ഫോഴ്സ്ഫുള്ളി ഇരുത്തിയതല്ല, കയറോ നോക്കിയിട്ടാണ് ഇരുത്തിയത്. പിന്നെ അവളുടെ ഇഷ്ടം പോലെ കട്ടലിന്റെ അടിയിൽ അവക്കും കംഫേർട്ട് ഉണ്ടാവില്ല. കട്ടലിന്റെ ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഇവള് കയറണത് തന്നെ ഒരു കഷ്ടപ്പെട്ടിട്ടാണ്. അതിൻ്റെ ഉള്ളിലോട്ട് ആ വയറും വെച്ച് കയറണത്. എന്തായാലും അവിടെ എന്തായാലും പ്രസവിച്ച നല്ല കംഫേർട്ട് ഒട്ടും ഉണ്ടാവൂല. അതാണ് ഞാൻ മാക്സിമം പുറത്ത് ആ കട്ടലിന്റെ അവിടെ നിന്ന് ഈ മുറി കട്ടൽ ഒഴിച്ച് ഫുൾ മുറിയിൽ എവിടെ വേണമെങ്കിലും പ്രസവിച്ചോട്ടെ. പക്ഷെ കട്ടലിന്റെ ഇടയിൽ കുറച്ച് ടാസ്ക് ആയിരിക്കും. അപ്പൊ ഇതിപ്പോ ഞാൻ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് 3 ദിവസമായി. ഞാൻ ഫ്ലൂയിഡ് ഇത്തിരി വന്നായിരുന്നു, ഇന്നലെ ഇത്തിരി വന്നായിരുന്നു, ഇന്ന് കുറച്ചധികം വന്നായിരുന്നു ഫ്ലൂയിഡ്. ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം. ഐ ആം വെയിറ്റിംഗ്. എനിക്ക് മാർലിയുടെ കളർ ഉണ്ടാകുമോ ടെസ്സയുടെ കളറായിരിക്കുമോ അതറിയാൻ വേണ്ടി എത്ര കുഞ്ഞുങ്ങളുണ്ടാവും. ഫസ്റ്റ് ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്ക് ഇതിനെ ഫസ്റ്റ് എടുക്കണം കൊച്ചിനെ.
ഞാൻ പോയി ഗ്ലൗസ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്. ഗ്ലൗസ് എല്ലാ സാധനമൊക്കെ വാങ്ങിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് മിനിഞ്ഞാന്ന് തന്നെ. എന്താണ് ഇങ്ങനെ നേരത്തെ കാട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ അത് വട്ടം ചുറ്റുണ്ട്. ഇപ്പൊ എന്റെ ഫ്രണ്ടിൽ കിടന്ന് അങ്ങോട്ട് തിരിയും ഇങ്ങോട്ട് തിരിയും ഇങ്ങനെ മാന്തും. ഇപ്പോ ഡെലിവറി ചെയ്ത അത്രയും സന്തോഷം. സ്റ്റിൽ നൗ ഞാൻ ഒറ്റക്കാണ്, വേറെ ആരില്ല, ഞാനും ടെസ്റ്റിൽ മാത്രമേ ഉള്ളൂ. ബട്ട് ദാറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ ടു മീ. എനിക്ക് കുഴപ്പമില്ല. ഇവിടുത്തെ എന്താണ് എല്ലാവർക്കും ആദ്യത്തെ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് അറിയില്ല എന്താ ചെയ്യേണ്ടത്. പക്ഷെ ഞാൻ എല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട്. അവിടെ അടുത്ത് ഇരുന്ന് കൊടുത്താൽ മതി, അത് വേറെ കാര്യം. സപ്പോസ് ഹെൽപ്പ് വേണമെങ്കിൽ ഞാനായിരിക്കും ഡീൽ ചെയ്യാൻ പോണത്. ഇപ്പോ നമുക്ക് പ്രസവിക്കുമ്പോ ഞാൻ പപ്പീസിനെ കാട്ടിത്തരാം. ഗൈസ്, അവള് പ്രസവിക്കണുണ്ട്. എനിക്ക് പേടിയാണ്. ഞാൻ ഒറ്റക്കുള്ളു ഡീൽ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് പേടിയാണ്. വെയിറ്റ്